അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. നമ്മൾ പാം ക്രാഫ്റ്റിന് ഒരു ബാക്കപ്പ് ചാനൽ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാം ക്രാഫ്റ്റ് ഷോർട്സ് ആണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് ക്രാഫ്റ്റിൻ്റെയും അതുപോലെ ബോട്ടിൽ ആർട്ടിൻ്റെ ഒക്കെ ഷോർട്ട് വീഡിയോ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇതുവരെ എൻ്റെ കൂടെ കട്ടക്ക് നിന്നിട്ടുള്ള എല്ലാവരും അവിടെ വന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ടൊന്ന് എല്ലാവരും കമൻറ്റ് കൂടെ ചെയ്യാം. അപ്പോഴല്ലേ എനിക്ക് ആരൊക്കെയാണ് അവിടെ വന്നതെന്നൊക്കെ ഒന്ന് മനസ്സിലാവുള്ളൂ. ഇന്ന് നമ്മൾ എക്സൽ ഉപയോഗിച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് ഞാൻ എക്സൽ ഇതുപോലെയാണ് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലൈറ്റ് പിങ്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ലൈറ്റ് പിങ്ക് ഇല്ല. അപ്പോൾ ഞാൻ ഡാർക്ക് പിങ്കിലേക്ക് കുറച്ച് വൈറ്റും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു എക്സൽ മുഴുവനായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ ബോട്ടിൽ ആർട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് അതുപോലെ ഫ്ലവേഴ്സൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളൊരു എക്സൽ ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലവറാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ഒരു എക്സലിൽ കംപ്ലീറ്റ് ആയിട്ട് പിങ്ക് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മേലെ ഡാർക്ക് പിങ്ക് ഉപയോഗിച്ചിട്ട് ഞാനിങ്ങനെ ഒരു പെറ്റൽ പോലെ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഡാർക്ക് പിങ്കോ അല്ലെങ്കിൽ മജന്ത കളറോ റെഡ് കളറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഈ ഒരു എക്സലിന് ചുറ്റും ഇങ്ങനെ ഒരു 5-6 പെറ്റൽ പോലെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതൊരു ലോട്ടസ് പോലെയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലോട്ടസിൻ്റെ നടുക്കുണ്ടാവുമല്ലോ ഒരു മൊട്ട് പോലെ ഇങ്ങനെ നിറയെ പെറ്റൽസ് ഇങ്ങനെ കൂടി നിൽക്കുന്ന പോലെ. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സലിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഞാനിതൊരു ഹിന്ദി ചാനലിൽ കണ്ടിട്ടുള്ളതായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെ കാണല് എക്സൽ ഇങ്ങനെ ജസ്റ്റ് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ള എക്സൽ ഫ്ലവേഴ്സ് ആണല്ലോ. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു പെറ്റൽ ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിനിങ്ങനെ ചെറുതായിട്ടൊരു നടുക്കിലേക്ക് ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡാക്കിയിട്ടൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു ഷെയ്ഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഡാർക്കായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പെറ്റൽസ് ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. കുറച്ച് ഇങ്ങനെ നടുക്കേക്ക് ഇങ്ങനെ ലൈറ്റ് കളറായിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ പെറ്റലിനും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഷെയ്ഡ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 2 പെറ്റലിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു കുഞ്ഞ് പെറ്റൽ പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഔട്ട്ലൈൻ ആയിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊരു ഷെയ്ഡും കൂടെ ഒന്ന് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു 2 പെറ്റലിൻ്റെ എല്ലാ പെറ്റലിൻ്റെയും നടുക്കായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി ആ 2 പെറ്റലിൻ്റെ നടുക്കായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നടുക്ക് വരെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പെറ്റൽ ഇങ്ങനെ അടുക്കി വെച്ച പോലെയുള്ള ഒരു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ലൊരു ഭംഗി കിട്ടാൻ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കണം. ഡാർക്കായിട്ട് ഇങ്ങനെ ഔട്ട്ലൈന് ലൈറ്റ് ഷെയ്ഡായിട്ടൊക്കെ ഇങ്ങനെ ഫില്ലിങ്ങും കൊടുക്കുമ്പോഴാണ് കറക്റ്റ് ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വരിക. അങ്ങനെ ഞാനിവിടെ 2 കളറ് ഡാർക്ക് പിങ്കും പിന്നെ ഒരു ലൈറ്റ് പിങ്കും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ലോട്ടസിന് ഇങ്ങനെ കുറച്ച് പെറ്റലൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. പിങ്ക് കളർ പേപ്പർ എടുത്തിട്ട് ഒരു പെറ്റൽ പോലെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എക്സലിൻ ചെയ്തിട്ടുള്ള ആ ഒരു കളർ പെയിൻറ്റ് തന്നെ നമ്മൾ ഈ ഒരു കളർ പേപ്പറിലും ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ ഇങ്ങനത്തെ കളർ പേപ്പറൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ പേപ്പറിലായാലും മതി. ഈ ഒരു എക്സലിന് അടിച്ചിട്ടുള്ള ഒരു കളർ പെയിൻറ്റ് തന്നെ അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ ആ ഒരു പെറ്റൽസിന് 2 സൈഡിലായിട്ടും പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു കുറച്ചധികം തന്നെ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ പെറ്റൽസ് എടുത്തിട്ട് ഇതുപോലെ സിസേഴ്സോ അല്ലെങ്കിൽ പെന്നോ പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഷാർപ്പായിട്ടുള്ള ഭാഗത്തൊന്നിങ്ങനെ നമ്മളിങ്ങനെ വളച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു പെറ്റൽസിന് നല്ലൊരു നാച്ചുറൽ ലുക്ക് തന്നെ കിട്ടുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓരോ പെറ്റൽസും നമ്മളിങ്ങനെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ആ ഒരു നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എക്സലിലേക്കൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഫെവിക്കോൾ തന്നെ മതി, പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടും. ഓരോ പേപ്പേഴ്സും നമ്മളിങ്ങനെ വെച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടിക്കോളും. അപ്പം ആദ്യം നമ്മൾ ഒരു ലെയറായിട്ട് ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു 5 എണ്ണം വീതം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു 2 പെറ്റലിൻ്റെയും പുറത്തായിട്ട് ഇങ്ങനെ ആ ഒരു ഇടക്ക് ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്നും കൂടെ അപ്പോൾ അങ്ങനെ നമ്മളൊരു 8 പെറ്റലുകൊണ്ട് ഇത് ഫുള്ളായിട്ടൊന്നും ഇങ്ങനെ കവർ ചെയ്തെടുക്കുകയാണ്. നമ്മളിവിടെ 8 പെറ്റലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ ഇങ്ങനെ പെറ്റൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഒരു ഭംഗി ഉണ്ടാവും. ഒരുപാട് ഇങ്ങനെ അടുക്കുകളായിട്ട് കാണുമ്പോൾ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ആ ഒരു ലോട്ടസിൻ്റെ ഫ്ലവർ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു ഷെല്ലും പിന്നെ അതിൻ്റെ ചുറ്റും പെറ്റൽസൊക്കെ ആയിട്ട് കറക്റ്റ് ഒരു ലോട്ടസ് പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കതിനൊരു സ്റ്റെമ്മ് ചെയ്തെടുക്കണം. ഞാനതിന് ഗ്രീൻ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഗ്രീൻ കളർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ മാഗസിൻ്റെ പേപ്പറോ ന്യൂസ് പേപ്പറോ ഒക്കെ ഇങ്ങനെ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ട് ഫ്ലവർ ടൈപ്പോ അല്ലെങ്കിൽ ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചെടുക്കുകയൊക്കെ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ അങ്ങനെ ആ ഒരു സ്റ്റെമ്മ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്ലവറിൻ്റെ അടിയിലുണ്ടാവുമല്ലോ ഒരു സെപ്പൽ പോലെ അപ്പോൾ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ഗ്രീൻ കളർ പീസ് എടുത്തിട്ട് ആദ്യം അതിനൊരു നടുക്കൊരു റൗണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഒരു സെപ്പലിനെ പോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
നമ്മൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നല്ലൊരു ഫ്ലവർ പോലെ കിട്ടും. ഇനി നമ്മൾ അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റെം ഇങ്ങനെ ഇതിലൂടെ അകത്തോട്ട് കയറ്റിയിട്ട് നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ താഴെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം അതിന് ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സ്റ്റെം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ആ ഒരു സ്റ്റെമ്മിൻ്റെ ടിപ്പിലും കുറച്ചധികം ഫെവിക്കോൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ഒരു എക്സലിൻ്റെ അകത്തൊന്നും ഇങ്ങനെ സ്റ്റിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരു എക്സൽ ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയും പെട്ടെന്ന് പൊട്ടി പോകുന്നില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഫ്ലവറൂടെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. താഴെയൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇപ്പം നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു പെറ്റൽസൊക്കെ ഒന്നിങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു എഫക്റ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് ലോട്ടസിൻ്റെ ആ ഒരു ഫ്ലവറിന് നല്ലൊരു ഭംഗിയുണ്ട്, ആ ഒരു പെറ്റലിനൊക്കെ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു പിങ്ക് കളർ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഒരു ലൈറ്റ് പിങ്കിലും കൂടെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഫുൾ ഒരേ കളർ ആയതുകൊണ്ട് അത്രക്കൊരു ഭംഗിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അതിന് ആ ഒരു പിങ്ക് കളർ വെച്ചിട്ട് ചെറുതായിട്ടൊരു ഷെയ്ഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ആ ഒരു എക്സലിന് ഇങ്ങനെ ചെറുതായിട്ട് ലൈറ്റ് കളറായിട്ട് ഇങ്ങനെ ഒരു ഷെയ്ഡിങ് ഒക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷെയ്ഡിങ് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ ആ ഒരു പെറ്റലിനും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു എക്സലിനൊരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹോൾ കാണുമ്പോൾ അത്ര ഒരു ഭംഗിയില്ല. ഞാൻ അവിടെ കുറേ പിങ്ക് കളറൊക്കെ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ ഹോൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ അവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഡ്രൈ ആയതിന് ശേഷം അവിടെ ഇങ്ങനെ പിങ്ക് കളർ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ ആ ഒരു ഹോൾസ് ഒന്നും കാണുന്നില്ല. പിന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽസ് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നു. കാരണം നമ്മൾ നേരിട്ട് ഒട്ടിച്ചിട്ടുള്ളതാണ്, പെയിൻ്റ് ഒന്നും അടിക്കാതെ. അപ്പോൾ ആ ഒരു കളർ പേപ്പർ ഇങ്ങനെ ചുരുണ്ട് പോകുമല്ലോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു സെയിം കളർ പേപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ചുരുണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു സെയിം കളർ പെയിൻറ്റ് അടിച്ചിട്ടൊന്ന് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴായിരിക്കും നല്ലൊരു എഫക്റ്റ് കിട്ടുക ഒരു പെറ്റൽസിനൊക്കെ. അപ്പോൾ നമ്മളിവിടെ 2 ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. ഒരു 3 ഷെല്ലും കൂടെ ഞാൻ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ അത് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിന് ഞാനൊരു സ്റ്റെം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ താഴെ ഇങ്ങനെ ഒരു കുഞ്ഞി പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു സെപ്പൽ പോലെ ഉണ്ടാക്കിയിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു രണ്ടാമത്തെ ലോട്ടസ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലോട്ടസിൻ്റെ ഒരു ലൈറ്റ് പിങ്ക് കളറൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പിങ്കാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മജന്ത കളർ, റെഡ് കളർ വേണമെങ്കിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഒരു നല്ല ഷെയ്ഡിങ് ഒക്കെ കൊടുക്കുമ്പോഴായിരിക്കും നല്ലൊരു ഭംഗിയുണ്ടാവും. ആദ്യം നമ്മൾ ഒരു പ്ലെയിൻ കളറായ സമയത്ത് അത്ര ഒരു ഭംഗിയില്ലായിരുന്നു. പിന്നെ ഷെയ്ഡിങ് കൊടുത്തപ്പോൾ അതിന് നല്ലൊരു ഭംഗി തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് നല്ല ലീവ്സ് ഒക്കെ വേണമെങ്കിൽ ചെയ്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനപ്പോൾ വേറൊരു ലീഫ് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചൊരു വലുതാണ്. അപ്പോൾ അതിങ്ങനെ സെറ്റ് ചെയ്യുന്നൊന്നുമില്ല, സ്റ്റെമ്മിൻ്റെ കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ലീവ്സൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ആ സ്റ്റെമ്മിൽ വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഞാനൊരു പേപ്പർ ഇങ്ങനെ പകുതിയാക്കി മടക്കിയിട്ട് ഇങ്ങനെ ലീഫ് പോലെ ഇങ്ങനെ വരച്ചിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും ഒരു ഗ്രീൻ കളർ ലീഫും കൂടെ വന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഉണ്ടാക്കിയിട്ട് ഫ്ലവർ വേസിലൊക്കെ വെച്ചാലും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് എക്സലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്ലവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ 2 ഫ്ലവർ മാത്രമായിട്ട് ഇങ്ങനെ ലീഫിൻ്റെ കൂടെ വെച്ചിട്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഇത് ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. നമുക്കിങ്ങനെ ആ ഒരു എക്സൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ട ഒരു പാടേ ഉള്ളൂ. പിന്നെ കുറച്ചൊരു ഇങ്ങനെ പെറ്റൽ പോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാനുള്ളൂ. ഭയങ്കര ഈസി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സ് അയച്ചു തരിക. അതുപോലെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് ഹായ് പറയാനുള്ളവരുടെ പേരൊന്ന് നോക്കാം. മിൻഹ ഫാത്തിമ, ആയിഷ നാഹില, അന്ന, ആർദ്ര ദാസ് എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടെസ്റ്റിമോണിയൽസ് നോക്കാം. ആദ്യത്തെ പിക്ക് അയച്ചു തന്നിട്ടുള്ളത് ലാമിയ ജാസ്മിൻ ആണ്. നമ്മൾ വാലന്റൈൻ സ്പെഷ്യലായിട്ട് ബട്ടൺസൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മഞ്ചാടിക്കുരു ഉപയോഗിച്ചിട്ടാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുള്ളത്. അടുത്തതായിട്ട് 5th പഠിക്കുന്ന ഹിബയും 7th പഠിക്കുന്ന ഷബിനയും കൂടെ അയച്ചു തന്നിട്ടുള്ളത്. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്തിട്ടാണ്. അടുത്തതായിട്ട് പയ്യന്നൂരുള്ള 2nd സ്റ്റാൻഡേർഡ് പഠിക്കുന്ന വൈഗ വിനീഷ് അയച്ചു തന്നത്. നമ്മൾ മെഡിസിൻ്റെ കവറൊക്കെ വെച്ചിട്ടൊരു ഗ്രേപ്പ് വൈൻ്റെ ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അടുത്തതായിട്ട് രാജേശ്വരി നത്തേഷൻ അയച്ചു തന്നിട്ടുള്ളത് നമ്മൾ കൈപ്പക്കയുടെ സീഡ് ഉപയോഗിച്ചിട്ട് ഒരു ബോട്ടിൽ ഇട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിൽ ഇട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ പംകിൻ സീഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏലക്കായുടെ തൊലി ഉപയോഗിച്ചിട്ട് നമ്മളൊരു ബോട്ടിൽ ഇട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്ലവർ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് വെച്ചിട്ട് നല്ലൊരു ബോട്ടിലും ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഒരു കുക്കുമ്പറിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ട് അതുപോലെ ഒരു ബോട്ടിലും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും നല്ല രസമായിട്ട് തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ നിങ്ങളൊന്ന് അയച്ചു തരിക. അപ്പോൾ ഇനിയും നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതുപോലെ നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM. അപ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.